ലിംപോപ്പോ പ്രൊവിൻസിന്റെ തലസ്ഥാനമായ പൊളക്വാന വഴി വേണം ഫലബോർവയിലെത്താൻ. യാത്രയിലുടനീളം കാണാനായത് വിജന പ്രദേശങ്ങൾ, ഇടയ്ക്കിടെ പെട്രോൾ പമ്പുകളും വിശ്രമത്താവളങ്ങളും. അതിദീർഘമായ യാത്രക്കിടയിൽ പെട്രോൾ പമ്പുകളോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റുകൾ സഞ്ചാരികൾക്ക് ആശ്വാസ കേന്ദ്രമാണ്. ന്യായമായ വിലയിൽ ഭക്ഷണം കഴിക്കാമെന്നത് മാത്രമല്ല ആകർഷണം. ദക്ഷിണാഫ്രിക്കയിലെ നമ്മൾ കാണാത്തതും അറിയാത്തതുമായ പല ചരിത്ര മുഹൂർത്തങ്ങളും ചില ഇടത്താവള റെസ്റ്റോറൻറ്റുകളിൽ കാണാം. ചുമരുകൾ റെസ്റ്റോറൻറ്റുകാർ ചരിത്രം എഴുതാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് രസമുള്ള കാഴ്ചയാണ്. അതിദീർഘമായ യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ യാത്രക്കാർ തീർച്ചയായിട്ടും ഇടയ്ക്കിടെ കാണുന്ന വിശ്രമത്താവളങ്ങളിലെത്തും. അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അതിൻ്റെ പല റെസ്റ്റോറൻറ്റുകളുടെയും ചുമരുകളിൽ ഈ ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ ജനങ്ങൾ കടന്നു വന്ന പല ചരിത്ര മുഹൂർത്തങ്ങളും ചിത്രങ്ങളുടെ അകമ്പടിയോടുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം, അവർ ഓർത്തിരിക്കേണ്ട ചരിത്രം, അല്ലെങ്കിൽ ഒരിക്കലും ആരും മറക്കരുതാത്ത ചരിത്രം പലപ്പോഴും അവർ ഈ വിശ്രമത്താവളങ്ങളുടെ ചുവരുകളിൽ എഴുതി അല്ലെങ്കിൽ ചിത്രം പതിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. കാരണം അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുവഴി കടന്നു പോകുന്ന ഓരോ സഞ്ചാരിയും, ഓരോ വ്യക്തിയും ഈ ജനത അനുഭവിച്ച ദുരിതങ്ങൾ എന്താണെന്ന് മറക്കരുത് എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അവയോരോന്നും. അതുപോലെ തന്നെ ഈ കടന്നു പോകുന്ന വഴിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാം ഹൗസുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള കൃഷിത്തോട്ടങ്ങളും അതിസമ്പന്നമായ രീതിയിൽ ഫലം തരുന്ന വലിയ കൃഷിത്തോട്ടങ്ങൾ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും ഇറങ്ങി അന്വേഷിച്ച സന്ദർഭങ്ങളിൽ മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമകൾ പലപ്പോഴും ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവിടെ പണിയെടുക്കുന്നവർ ദക്ഷിണാഫ്രിക്കക്കാരായിരിക്കും. അവിടെ അതിന് വിപണി കണ്ടെത്തുന്നത് ദക്ഷിണാഫ്രിക്കക്കാരായിരിക്കും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലാഭം ചെന്നെത്തുന്നത് പലപ്പോഴും ഈ ബ്രിട്ടീഷുകാരുടെ തന്നെയാണ്, സായിപ്പന്മാരുടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ സ്വദേശികൾ ഈ ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരന്തരമായി കേൾക്കാറുണ്ട്. പലപ്പോഴും പോലീസിനൊന്നും ഒരു തരത്തിലും ഇടപെടാൻ പറ്റാത്ത തരത്തിൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന പല വിദേശികളുമുണ്ട്. ഇതുപോലെ ഫാം ഹൗസുകൾ നടത്തുന്നവർ അവരുടെ പലതരത്തിലുള്ള ശാസനകൾ സഹിക്കാൻ വയ്യാതാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നിരന്തരമായ തൊഴിലിൻ്റെ കാര്യത്തിലും ഈ വേതനത്തിൻ്റെ കാര്യത്തിലും അതുപോലുള്ള പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന വിയോജിപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും സംഘർഷത്തിലെത്താറുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഉടമകളായ ആൾക്കാരെ കടന്നാക്രമിക്കുന്ന തദ്ദേശീയർ കടന്നാക്രമിക്കുന്ന സംഭവങ്ങളും നിരവധി ഉണ്ടെന്ന് ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ പലരും പറയുകയുണ്ടായി. ഇപ്പോഴും ഈ വെള്ളക്കാരുടെ വീടുകളും ഫാം ഹൗസുകളും അവരുടെ നിക്ഷേപങ്ങളും ഒക്കെ അവസരം കിട്ടിയാൽ കൊള്ളയടിക്കുന്നതും സ്വാഭാവികമാണ്. സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും അന്വേഷിക്കാനൊന്നും പോലീസ് അധികം താല്പര്യം കാണിക്കാറില്ല. പലപ്പോഴും ഇവർ കൊള്ളയടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളാണ് ഇതിന് നഷ്ടപരിഹാരം നൽകുക. അല്ലാതെ പ്രതികളെ പിടിക്കാനോ അല്ലെങ്കിൽ അവരെ പിന്തുടരാനോ ഒന്നും അവിടെ ഈ വെള്ളക്കാരും ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ മറ്റ് ദേശങ്ങളിലുള്ളവരും ശ്രമിക്കാറില്ല, പോലീസും ശ്രമിക്കാറില്ല. അതൊക്കെ ഇൻഷുറൻസ് കമ്പനികളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. അത് ഇപ്പം ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പിംഗ് മാൾ ഒരു സംഘം ചേർന്ന് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ ഞെട്ടിക്കുന്ന വാർത്തയൊന്നുമല്ല. അത് അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അതിനോട് എല്ലാ തരത്തിലും അതിനോട് സമരസപ്പെട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ വെള്ളക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമപരിരക്ഷ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഉറപ്പ് കൊടുക്കുന്നുണ്ട്, അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയാറില്ല, അല്ലെങ്കിൽ പോലീസിന് അത്തരം കാര്യങ്ങളൊന്നും ഇടപെടാൻ സാധ്യമല്ല. കാരണം വളരെ ദൂരം പിന്നിടുമ്പോഴാണ് ഈ സായിപ്പന്മാരുടെ സെറ്റിൽമെൻറ്റ്, അവർ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ്. കാരണം പല കാരണങ്ങളാൽ അവരൊന്നിച്ചാണ് താമസിക്കുക. ഒരു ഏരിയയിൽ കുറേ വെള്ളക്കാർ താമസിക്കുന്നു, പിന്നെ കിലോമീറ്റർ പിന്നിട്ടാൽ മാത്രമേ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അന്തരീക്ഷം കാണാൻ കഴിയുള്ളൂ. ഇതിനിടയിൽ അവരധികം സഞ്ചരിക്കുന്നത് അവരുടെ വാഹനങ്ങളിൽ സുരക്ഷിതമായി സഞ്ചരിക്കും എന്നല്ലാതെ ഈ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയിട്ടുള്ള ഫാം ഹൗസിലോ ഒന്നും തന്നെ അങ്ങനെ അധികം വെള്ളക്കാരെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ചില ഏരിയയിൽ
അവരുടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അവർ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ള തരത്തിൽ അവർ താമസിക്കുന്നു. അവർക്ക് വേണ്ട പരിരക്ഷയൊക്കെ അവിടെ സർക്കാർ കൊടുക്കാറുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തദ്ദേശീയരുമായി ഇണങ്ങിച്ചേർന്ന് പോകാൻ ഇപ്പോഴും അവിടെയുള്ള വെള്ളക്കാർക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം.